Hi friends, today we will discussing about the topic FSSAI new policy limit trans fat to 2% in all oils and fat by 2022. അപ്പോൾ FSSAIയുടെ ഒരു ന്യൂ പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2022 കൂടി 2% ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂ പോളിസി. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ന്യൂ അനൗൺസ്മെൻ്റ് ആണ് ഘട്ടം ഘട്ടമായിട്ട് ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. 2022 കൂടി 2% അതിൽ കുറവായിട്ട് ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം. 2021 3% ഓർ ലെസ് ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡാണ് 2022 കൂടിയിട്ട്. അപ്പോൾ ഇതൊരു ഘട്ടം ഘട്ടമായിട്ടാണ് ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. വനസ്പതിയിലും പിന്നെ ബേക്കറി, ഷോർട്ടറിൻ ആൻഡ് മാർഗറൈൻസ്, വെജിറ്റബിൾ ഫാറ്റ്, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ ഫാറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മൈൽ സ്റ്റോണാണ് 2023 കൂടിയിട്ട് ഗ്ലോബൽ എലിമിനേഷൻ ഓഫ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കമെൻഡേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പം ഈ ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് വഴിയാണ് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് വഴിയായിട്ടാണ് ഈ ട്രാൻസ് ഫാറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾസ് ഓയിൽസ് ഉണ്ടാകുന്നത്. ഈ ഇത്തരത്തിലുള്ള ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾസ് ഹൈലി ട്രാൻസ് ഫാറ്റ് അടങ്ങിയതാണ്. അപ്പം എന്താണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ സോളിഡ് ഫാറ്റായിട്ട് മാറ്റുക. ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് ലിക്വിഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ സോളിഡ് ഫാറ്റായിട്ട് മാറ്റുന്നതിനെയാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ട്രാൻസ് ഫാറ്റാണ്. ഇനി ഈ പാർഷ്യലി ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾസ് ഓയിൽസ് ഇതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ് ഫാറ്റ് ഉള്ളതാണ്. നമുക്ക് വനസ്പതിയിൽ മാർഗറൈൻസ് ആൻഡ് ഷോർട്ടനിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ട്രാൻസ് ഫാറ്റാണ്. വനസ്പതി നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യൻ ട്രഡീഷണൽ സ്വീറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജിലേബി അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഈ ട്രാൻസ് ഫാറ്റാണ്. അപ്പം നമുക്ക് ഈ ബേക്കറികളിലും പിന്നെ പപ്സ്, കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അത് ഫോം ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറായിട്ട് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെജിറ്റബിൾസ് ഓയിൽസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ടും കൂടെ ട്രാൻസ് ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പേർട്ടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമുക്ക് ന്യൂ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസ് ഫാറ്റ് ഈ ബേക്കിങ്ങിലും ഫ്രൈയിലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻഡസ്ട്രീസ് കൂടുതലായിട്ടും ഈ ട്രാൻസ് ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നടത്തുന്നത്. അപ്പോൾ കൺസെപ്ഷൻ, അപ്പോൾ ഈ നമ്മൾ 2017 ഗ്ലോബൽ മാർക്കറ്റ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 113.6 മില്യൺ ടോൺസ് അത്രത്തിൽ ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് ഇൻ ഫുഡിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ് ഫാറ്റിൻ്റെ ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഓഫ് ദ ഹാർട്ട് ഡിസീസസ് ആണ്. പിന്നെ ഈ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ്ഡ് ട്രാൻസ് ഫാറ്റ് ആസിഡ് നമ്മൾ ഇപ്പോൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 25 ഇയേഴ്സിനുള്ളിൽ 17 മില്യൺ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ റെഗുലേഷൻ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഈ റെഗുലേഷൻ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഫുഡിൽ ഒരു ടോക്സിക് ഇൻഗ്രീഡിയൻസ് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പം നമുക്കറിയാം CAG എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. സിറ്റിസൺ കൺസ്യൂമർ ആൻഡ് സിവിക് ഏവിയേഷൻ ഗ്രൂപ്പാണ്. ചെന്നൈ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO ആണ് അത്. അപ്പോൾ അവരുടെ റിസർച്ച് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ട്രാൻസ് ഫാറ്റിനെ കുറിച്ചിട്ട് ഒരു അവെയർനെസ് കൊണ്ടുവരാം, എത്രത്തോളം ഹാർംഫുൾ ആണ് എന്നുള്ളതൊരു അവെയർനെസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ് ഈ ഒരു നടപടി വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് അവർ പറയുന്നത്. ഇപ്പം മാത്രമല്ല CAGയുടെ റിസർച്ച് അനുസരിച്ചിട്ട് നമ്മുടെ ഫുഡ് പ്രൊഡ്യൂസേഴ്സ്, അൺഓർഗനൈസ്ഡ് ആയിട്ട് ഫുഡ് പ്രൊഡ്യൂസേഴ്സും സപ്ലൈ നെറ്റ്വർക്കും ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ കൂടുതലായി ട്രാൻസ് ഫാറ്റിൻ്റെ കാര്യത്തിൽ
കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് അത് ട്രാൻസ് ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുമെന്നാണ് CAG-യുടെ റിപ്പോർട്ടുള്ളത്, റിസർച്ചുള്ളത്. മാത്രമല്ല CAG ഈ റെഗുലേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെഗുലേഷൻസ് FSSAIയുടെ ഇത്തരം റെഗുലേഷൻ അവരെ കൂടെ കൂടുതലായി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവർ 2017 ഒരു എസ്റ്റിമേഷൻ, ഈ CAG-യുടെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് ഡെത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഏകദേശം 1.5 മില്യൺ ഡെത്ത് ഈ ഹാർട്ട് ഡിസീസ് ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നാണ്. ഇത് പറയുന്നത് ടോട്ടൽ ഡെത്തിൻ്റെ 5% ആണ് ഈ ട്രാൻസ് ഫാറ്റിലൂടെ ഈ ഒരു മരണം സംഭവിക്കുന്നതെന്നാണ് അവരുടെ റിപ്പോർട്ടുള്ളത്. ഏകദേശം 71,000 പേര് അങ്ങനെ മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ 2020 റിലീസ് ചെയ്ത റിപ്പോർട്ടാണത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ 14 കൺട്രീസ് ഓൾറെഡി ഈ ഒരു ട്രാൻസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പോളിസീസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ് ഫാറ്റ് 2% ആയിട്ട് കുറക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കുറക്കുക 2023 എന്നാണല്ലോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓൾ ഫുഡ്സിൽ. പിന്നെ ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഇൻ്റർവെൻഷൻ ഏകദേശം അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ട്രാൻസ് ഫാറ്റിൻ്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കൊളസ്ട്രോൾ ലെവലിൻ്റെ അൺഹെൽത്തി ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും വെച്ചെങ്കിൽ LDL ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനാണ്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീന് അത് കൊളസ്ട്രോൾ എന്ത് ചെയ്യുമെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഇത് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ലെവൽ അൺഹെൽത്തി കൊളസ്ട്രോൾ ലെവലാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മുടെ FSSAIയുടെ ഈ ന്യൂ ട്രാൻസ് ഫാറ്റ് 2% റെഡ്യൂസ് ചെയ്യുന്ന വെൽക്കം മൂവ് ആണെന്നാണ് അവരുടെ ഒരു ഭാഗം പറയുന്നത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓൾറെഡി FSSAI 2019 ഒരു പുതിയ റെഗുലേഷൻസ് ഒക്കെ ട്രാൻസ് ഫാറ്റിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റിൽ ഇനാക്റ്റഡ് ആണ്. അത് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യണമെന്നാണ് ഇവരുടെയൊക്കെ റെക്കമെൻഡേഷൻ പറയുന്നത്. നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡിലെ നല്ല ഒരു ട്രാൻസ് ഫാറ്റിൻ്റെ പോളിസീസ്, നല്ല ബെസ്റ്റ് പ്രാക്ടീസ് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് റെഗുലേഷൻ കൂടെ ആക്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ലീഡേഴ്സൊക്കെ ഈ ഒരു റെഗുലേഷനെ വളരെ വെൽക്കം മൂവ്മെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. സിവിൽ ഏവിയേഷൻ ഗ്രൂപ്പ്, കൺസ്യൂമർ ആൻഡ് സിവിൽ ഏവിയേഷൻ ഗ്രൂപ്പിൻ്റെ സരോജ പറയുന്ന ചെയർപേഴ്സണൊക്കെ ഈ ഒഫീഷ്യലി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി ഒഫീഷ്യൽസ്, ബിസിനസ് ഓപ്പറേറ്റർ, റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ ഓണേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ CAG എന്ന് പറയുന്ന NGO എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ് ഫാറ്റ് കുറയ്ക്കുന്നത് ഇവരെയും കൂടെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പുതിയ ഇംപ്ലിമെൻറ്റേഷൻസൊക്കെ FSSAI കൊണ്ടുവരണമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതിനനുസരിച്ച് തന്നെ ലാബ് കപ്പാസിറ്റി, ട്രാൻസ് ഫാറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ സർവെയിലൻസ് മെക്കാനിസം കൊണ്ടുവരണം. ഇപ്പോൾ എന്താണ് ഓരോ കടകളിലും പോയിട്ട് സർവെയിലൻസ് മെക്കാനിസം അത് കൊണ്ടുവരിക. അതൊക്കെ FSSAI കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഇവരുടെ അഭിപ്രായമുള്ളത്. ഇപ്പോൾ FSSAIയുടെ ട്രാൻസ് ഫാറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ റെഗുലേഷൻ നമ്മൾ ഓൾറെഡി ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ഉണ്ട്. ഇത് FSSAIയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. സേഫ് ആൻഡ് ഹെൽത്തി സസ്റ്റൈനബിൾ ഫുഡ് എൻവിറോൺമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ട്രാൻസ് ഫാറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വേൾഡിലെ മോസ്റ്റ് ആസ്പയറിംഗ് പ്രോഗ്രാമാണ്. ഇത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ കൂടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അവർ ഏറ്റവും മോസ്റ്റ് ആസ്പയറിംഗ് പ്രോഗ്രാമായിട്ട് സ്വീകരിച്ചതാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ അഡീഷണലായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ട്രാൻസ് ഫാറ്റ് 2023 ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട്.
അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് സെക്യൂരിറ്റീൻ്റെ ഒരു ബേസിസിൽ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിൽ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഹെൽത്തിനെ കുറിച്ചിട്ടും ഈ ഒരു കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽത്താണ്. അപ്പോൾ ഹെൽത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്.